ഹായ് ഗൈസ്, വെൽക്കം ടു ജുൻജിസ് വേൾഡ്. ഇന്ന് നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്തായാലും ഞാൻ ഇപ്പോൾ നമ്മളിന്ന് ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് കിട്ടിയിട്ടോ. ചേട്ടൻ ഒരു ട്രിപ്പ് പോയിണ്ടായിരുന്നു, വരുമ്പോൾ കൊണ്ടുവന്നതാ. അപ്പോൾ ഇത് വെച്ച് നല്ല ഹെൽത്തി ആയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല 2 ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ആപ്പിളും ഓറഞ്ചും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെ ഉണ്ടാക്കാൻ പോണേന്ന്. ഈ 3 എണ്ണത്തിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ് കേട്ടോ. എല്ലാ ദിവസവും ഓറഞ്ചും ആപ്പിളും ക്യാരറ്റ് ജ്യൂസും ഒക്കെ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ഉണ്ടാക്കാൻ കൂടുതൽ സഹായിക്കും. നമ്മൾ ഈ 2 ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ആപ്പിളും 3 ഓറഞ്ചും പിന്നെ കുറച്ച് ക്യാരറ്റും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ ഹെൽത്തും ഭയങ്കര മോശം സിറ്റുവേഷനാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ജ്യൂസ്. നമ്മളിവിടെ ക്യാരറ്റ് ആപ്പിളും ഓറഞ്ചും ഒക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആപ്പിൾ ഇതാ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് വന്നു പോയതിന് ശേഷം എല്ലാവർക്കും അസുഖങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ. അപ്പോൾ അതിനുള്ള പൊടിക്കൈകളാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഈ ആപ്പിളിൽ നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാനും കരളിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ആപ്പിള്. ഈ ആപ്പിളിൽ ഏറ്റവും കൂടുതലുള്ളത് ജലാംശമാണ്. അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ ജ്യൂസ് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ ഓറഞ്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിൽ നാരുകളൊന്നും പെടാതെ, അതായത് കുരു ഒന്നും വരാതെ സൂക്ഷിക്കണേ. അപ്പോൾ ആ കുരു ഒക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് കയ്പ്പരസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓറഞ്ചിൻ്റെ തൊലി ഞാരൊക്കെ കളയാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും കേട്ടോ. കളയാനായിട്ട് ഈ ചാറൊന്നും അധികം പോവില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിന് പകുതി മാത്രമാണ് നമ്മൾ ആപ്പിളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് തന്നെ കഴിക്കുന്നത്, അതായത് ക്യാരറ്റ് ഓറഞ്ച് ആപ്പിൾ ഒറ്റയ്ക്ക് കഴിച്ചാലും നമ്മൾ ജ്യൂസ് അടിച്ച് കഴിച്ചാലും നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും എന്നുള്ളതാണ് സത്യം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് പോലുള്ള സിട്രിക് പഴങ്ങളുടെ ഒപ്പം ക്യാരറ്റ് പോലുള്ള പച്ചക്കറികൾ കൂടി ചേർത്ത് കഴിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പ്, അതുപോലെ കൊളസ്ട്രോൾ, അതൊക്കെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് ഈ ജ്യൂസ് 1/2 ഗ്ലാസ് വെച്ചിട്ട് ദിവസവും കഴിച്ചാൽ വളരെ നല്ലതാണ്. ഇനി നമ്മളിത് 1 ഗ്ലാസ് തണുത്ത വെള്ളം ഉപയോഗിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് അരിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയായി. നമ്മളിതാ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹെൽത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ പഞ്ചസാരയോ പാലോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ്. കളറൊക്കെ കണ്ടില്ലേ, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി നമ്മൾ രണ്ടാമത്തെ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് ക്യാരറ്റും ഓറഞ്ചും ഇഞ്ചിയും വെച്ചിട്ട്. ആദ്യം ഇപ്പം നമ്മളിതാ ഓറഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മളിതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് എത്ര സിമ്പിളായിട്ടാണല്ലേ നമുക്ക് ഈ ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. ഇപ്പോൾ നല്ല ചൂടൊക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലൊരു കുളിർമ നൽകാൻ ഈ ജ്യൂസ് സാധിക്കും. അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ മധുരത്തിന് അല്പം ഹണിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.